ഹായ് ഓൾ, മോം ആൻഡ് കിഡ്സ് ലേണിംഗ് ഹബിലേക്ക് എല്ലാ കുഞ്ഞു കുട്ടികൾക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ആൽഫബറ്റ്സും അതിൻ്റെ ഫോണിക് സൗണ്ട്സും ആണ്. അപ്പോൾ എല്ലാവർക്കും ആൽഫബറ്റ്സ് എന്താണെന്ന് അറിയാലോ? നമുക്കൊന്നുകൂടി നോക്കിയാലോ. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, N, O, P, Q, R, S, T, U, V, W, X, Y, Z. അപ്പോൾ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. 26 ലെറ്റേഴ്സ്. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 26 ലെറ്റേഴ്സ്. അപ്പോൾ ഈ ആൽഫബറ്റ്സിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 26 ലെറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ആൽഫബറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞാലോ? നമുക്ക് നോക്കിയാലോ. എന്താണ് ആ കാര്യം? യെസ്, വവൽസ്, കോൺസണൻസ്. പേരൊക്കെ കേട്ട് പേടിക്കണ്ട കേട്ടോ. അപ്പോൾ എന്താണ് വവൽസ് നമുക്ക് നോക്കിയാലോ. ഈ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ, അതായത് ഈ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ കുറച്ച് ലെറ്റേഴ്സ് വവൽസ് ആണ്. കുറച്ച് ലെറ്റേഴ്സ് എന്താണ്? വവൽസ് ആണ്. അത് ഏതൊക്കെ ലെറ്റേഴ്സ് ആണ്? എ, ഇ, ഐ, ഒ, യു. ഏതൊക്കെ ലെറ്റേഴ്സ് ആണ്? എ, ഇ, ഐ, ഒ, യു. ഈ ലെറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ലെറ്റേഴ്സ് പറയുമ്പോൾ നമുക്ക് നാക്ക് അനക്കണ്ട, നമ്മുടെ പല്ലുകളും അനക്കണ്ട, വായയും അനക്കണ്ട. നമ്മുടെ തൊണ്ടയിൽ നിന്ന്, നമ്മുടെ ത്രോട്ടിൽ നിന്ന് നേരെ ഒച്ച പുറത്തേക്ക് വരുവാണ്. അതായത് നമ്മുടെ വായിൽ ഒരു അവയവവും അനക്കാതെ തന്നെ ഈ ലെറ്റേഴ്സിൻ്റെ വോയിസ് പുറത്തേക്ക് വരും. അതായത് ഈ ലെറ്റേഴ്സിൻ്റെ സൗണ്ട് എ, അതിൻ്റെ സൗണ്ട് നമുക്ക് ഒരു അവയവവും അനക്കാതെ, അതായത് നാക്ക്, പല്ല് ഇതൊന്നും അനക്കാതെ ഈ ലെറ്റേഴ്സിൻ്റെ സൗണ്ട് നമുക്ക് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. എ, ഇ, ഐ, ഒ, യു. വവൽസ് ആണ് ഇതെല്ലാം. ഇതെല്ലാം എന്താണ്? വവൽസ്. എയുടെ ഒച്ച എന്താണ്? ഫോണിക് സൗണ്ട് അ. എയുടെ ഫോണിക് സൗണ്ട് എന്താണ്? അ. ഇയുടെ ഫോണിക് സൗണ്ട് എന്താണ്? എ. ഇയുടെ ഫോണിക് സൗണ്ട് എന്താണ്? എ. ഐയുടെ ഫോണിക് സൗണ്ട് എന്താണ്? ഇ. ഐയുടെ ഫോണിക് സൗണ്ട് ഇ. ഓയുടെ ഫോണിക് സൗണ്ട് ഓ. ഓയുടെ ഫോണിക് സൗണ്ട് ഓ. യുടെ ഫോണിക് സൗണ്ട് അ. യുടെ ഫോണിക് സൗണ്ട് അ. അപ്പോൾ ഏതൊക്കെയാണ് വവൽസ്? 5 ലെറ്റേഴ്സാണ് വവൽസ്. 26 ലെറ്റേഴ്സുള്ള നമ്മുടെ ആൽഫബറ്റ്സിൽ 5 ലെറ്റേഴ്സ് മാത്രമാണ് വവൽസ്. എ, ഇ, ഐ, ഒ, യു. ഈ 5 ലെറ്റേഴ്സ് വവൽസ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ലെറ്റേഴ്സ് എന്തൊക്കെയായിരിക്കും അറിയാമോ? ബാക്കിയുള്ള ലെറ്റേഴ്സാണ് കൺസോണൻസ്. എന്താണ്? കൺസോണൻസ്. ഇതെല്ലാം കൺസണൻസ് ആണ്. ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ ചുണ്ടനങ്ങും, നാക്കനങ്ങും, പല്ലും മുട്ടും. ഒന്ന് പറഞ്ഞു നോക്കി. ബി, നമ്മുടെ 2 ചുണ്ടും കൂട്ടിമുട്ടും. സി, പല്ല്. ഡി, നാക്ക്. ഒന്ന് പറഞ്ഞു നോക്കിയാലോ എന്തൊക്കെയാണ് കൺസണൻസ്? ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ, കെ, എൽ, എം, എൻ, പി, ക്യു, ആർ, എസ്, ടി, വി, ഡബ്ല്യു, എക്സ്, വൈ, സെഡ്. അപ്പോൾ ഇതെത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നറിയാമോ? 21 ലെറ്റേഴ്സ്. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 21 ലെറ്റേഴ്സ്. അപ്പോൾ ആൽഫബറ്റ്സിലെ 26 ലെറ്റേഴ്സിൽ 5 എണ്ണം ആർക്ക് പോയി? വവൽസിന് പോയി. ബാക്കിയുള്ളത് 21 ലെറ്റേഴ്സ് ആർക്ക് പോയി? കൺസോണൻസിന് പോയി. അപ്പോൾ 5 + 21 26 ലെറ്റേഴ്സ്. അപ്പോൾ മനസ്സിലായ കുട്ടികൾക്ക്? വവൽസ് എ, ഇ, ഐ, ഒ, യു വവൽസ്. കൺസോണൻസ് ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ, കെ, എൽ, എം, എൻ, പി, ക്യു, ആർ, എസ്, ടി, വി, ഡബ്ല്യു, എക്സ്, വൈ, സെഡ്. ഇത്രയുമാണ് കൺസോണൻസ്. അപ്പോൾ അപ്പം നമുക്ക് വവൽസ് എന്താണെന്നും കൺസോണൻസ് എന്താണെന്നും മനസ്സിലായില്ലേ?
അപ്പോൾ ഒന്നുകൂടി പറയാം, വവൽസ് ആണ് എ ഇ ഐ ഒ യു. എ ഇ ഐ ഒ യു ഇതാണ് വവൽസ്. കൺസോണൻസ് ആണ് ബാക്കിയുള്ള 21 ലെറ്റേഴ്സ്. ഇനി ഇത് നോക്കിയേ, ബോൾ, ബ അ എൽ, ബോൾ. ഇതിനകത്ത് ബി എന്താണ്? കൺസോണൻ്റ് ആണ്. എ എന്താണ്? വവലാണ്. എൽ എന്താണ്? കൺസോണൻ്റ് ആണ്. എൽ എന്താണ്? കൺസോണൻ്റ് ആണ്. ഇനി ഇത് നോക്കിയേ, സി എന്താണ്? കൺസോണൻ്റ്. എ എന്താണ്? വവല്. ടി എന്താണ്? കൺസോണൻ്റ്. അതേപോലെ ഇതും എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കി. ഡി എന്താണ്? ഒ എന്താണ്? ജി എന്താണ്? എഫ് എന്താണ്? ഐ എന്താണ്? എസ് എന്താണ്? എച്ച് എന്താണ്? ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് വവൽസും കൺസോണൻസും. അപ്പം നമ്മൾ ഇത് വച്ചിട്ട് വേണം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഓരോ ക്ലാസ്സും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ എല്ലാവർക്കും വവൽസ് എന്താണ്, കൺസോണൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഒന്നുകൂടി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്താലോ? കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.